വന്നോ? നിങ്ങളിപ്പോ ഇവിടുന്ന് ഈ പുസ്തകം വായിച്ചു തീർക്കൊന്നും വേണ്ട, എന്നാലും ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിലും വന്നോ. മ്യൂസിക്. ഹായ്, എന്താ പേരെന്താ? ഹാജറ. എവിടെയാ സ്ഥലം? ഗുരുവായൂർ. ഓക്കെ ഹാജറ, എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. വായിച്ചിട്ടുണ്ടോ ഈ പുസ്തകം? സൈക്കോളജി ഓഫ് മണി. അറിയാവുന്നവരുണ്ടോ ഈ പുസ്തകം? വായിച്ചവരുണ്ടോ? വായിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഒരുപാട് ഐഡിയാസ് ഒക്കെ കിട്ടുന്ന ഒരു പുസ്തകമാണ്. ലൈഫിൽ എങ്ങനെ മണി ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ സേവ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് അറിവ് കിട്ടുന്നൊരു പുസ്തകമാണ്. അപ്പം ഞാൻ ഈ പുസ്തകം കയ്യിലേക്ക് തരാം, വളരെ സീക്രട്ടായിട്ട്. ഈ പുസ്തകത്തിൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പേജസ് ഉണ്ട്, ഒരുപാട് വേർഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി നിൽക്കാം. ഏതെങ്കിലും ഒരു പേജ് തുറക്കാം, വളരെ സിമ്പിളായിട്ടുള്ള ഒരു വേർഡ്, ഇവിടെ എല്ലാവർക്കും കിട്ടുന്ന, എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു വേർഡ് ഇതിൽ നോക്കി വെക്കണം. ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഏത് വേർഡാണോ കിട്ടുന്നത് അത് മൈൻഡിൽ ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ എപ്പോൾ ചോദിച്ചാലും ആ ഒരു വേർഡ് തന്നെ മനസ്സിലേക്ക് കൊണ്ടുവരണം. ഓക്കെ. സീക്രട്ടായിട്ട് ഏതെങ്കിലും ഒരു പേജ് തുറന്നിട്ട് എനി വേർഡ്, കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വേർഡ്, കോമൺ ആയിരിക്കണം, വളരെ കോമൺ ആയിരിക്കണം. മനസ്സിലുണ്ട്? ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലെറ്റേഴ്സ് ഉള്ള ഭയങ്കര വലിയ വേർഡൊന്നുമല്ലല്ലോ. അത്യാവശ്യം എല്ലാവർക്കും കൊച്ചു കുട്ടികൾക്ക് വരെ അറിയുന്ന ഒരു ചെറിയൊരു വേർഡ് അല്ലേ? ഇപ്പം മനസ്സിലുണ്ടല്ലേ? ഈ പ്രഡിക്ഷൻ കേട്ടിട്ടുണ്ടോ? ഈ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം മുന്നേ മെന്റലിസ്റ്റ് പ്രഡിക്റ്റ് ചെയ്ത് വെക്കുന്ന അറിയും, ഇൻറ്റ്യൂഷൻ എന്നൊക്കെ പറയും. അപ്പം ഞാൻ പറയുകയാണ്, എൻ്റെ ഈ ഫോണിൻ്റെ ലോക്ക് എന്ന് പറയുന്നത്, എൻ്റെ ഫോണിൻ്റെ പാസ്, എൻ്റെ ഫോൺ എന്ന് പറയുന്നത് പാസ്വേഡാണ്. അപ്പം ഞാൻ പറയാണ്, എൻ്റെ ഈ ഫോണിൻ്റെ പാസ് എന്ന് പറയുന്നത് പേരെന്തായിരുന്നു പറഞ്ഞു? ഹാജറ മനസ്സിൽ വിചാരിച്ച വേർഡാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അതടിച്ചിട്ട് അങ്ങനെ അടിച്ചിട്ട് അൺലോക്ക് ആവുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? പൊളിക്കോ? അല്ല, അത് ഒരു കോയിൻസിഡൻസ് പോലെ അത് അങ്ങനെ സംഭവിച്ചാൽ അത് വലിയൊരു അത്ഭുതമായിരിക്കും അല്ലേ? ബട്ട് അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത് അതൊരു അമാനുഷികമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഈ ഫോൺ കയ്യിൽ തരാം, എൻ്റെ ഫോണിൻ്റെ പാസ്സായിട്ട് ഒന്ന് അടിച്ച് നോക്കുക, ആ ലെറ്റർ അൺലോക്ക് ആവുന്നുണ്ടോ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ അൺലോക്ക് ആവുന്നുണ്ടോ ഇല്ലയോ, യെസ് ഓർ നോ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, എന്നെ കാണിക്കണ്ട. ഇൻകറക്റ്റ് ആണോ? അൺലോക്ക് ആയില്ല? അല്ല, അത് പോസിബിൾ ആണോ? അത് അത്രയും അമാനുഷികമായിട്ടുള്ള ശക്തി ആർക്കെങ്കിലും ഉണ്ടാവും? എൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് വാട്ടർ എന്നായിരുന്നു ഞാൻ വെച്ചത്. ഓക്കെ, വാട്ടർ എന്നായിരുന്നു ഞാൻ വെച്ചത്. പക്ഷെ അതല്ല ആ ഒരു വേർഡ് എന്ന് പറയുന്നത് അല്ലേ? ബട്ട് ഇവിടെ പ്രഡിക്ഷൻ തെറ്റിയിരുന്നെങ്കിലും മൈൻഡ് റീഡിങ് ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ ഹാജറയുടെ മനസ്സിൽ നിന്ന് ആ ഒരു പുസ്തകത്തിൽ, ആ ഒരു വലിയ പുസ്തകത്തിലെ ഹാജറ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു വേർഡ് ഞാൻ കണ്ടുപിടിക്കാൻ എങ്ങനെ ഉണ്ടാവും? എൻ്റെ കണ്ണിലേക്ക് നോക്കാം, ആ ഒരു വേർഡ് തന്നെ മനസ്സിൽ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ് റിപ്പീറ്റിങ്. മനസ്സിലിങ്ങനെ ആ ഒരു വേർഡ് ഉറക്കെ ലൗഡായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കണം മനസ്സിൽ, നന്നായിട്ട്. ഹാജറ ഇമാജിൻ ഇവിടെ ആയിട്ട് ഒരു സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്ക്രീനിലായിട്ട് ആ ഒരു വേർഡ് വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു വരുന്നതായിട്ട് നന്നായിട്ട് ഇമാജിൻ ചെയ്യുക. ഓക്കെ, ആ പൾസ് ഒന്ന് തരാൻ പറ്റുമോ? നന്നായിട്ട് വായിച്ച് റീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കീപ് റീഡിങ്. ABCDFGHIJKLMNPQRSTUVWXYZ. ഫസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലാലോചിച്ചേ. ടി 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 ആണോ? ഓക്കെ, ആ ലാസ്റ്റ് ലെറ്റർ ഒന്ന് മനസ്സിലാലോചിക്കാൻ പറ്റുമോ? ഒരു 4 ലെറ്റർ 5 ലെറ്റർ ഒക്കെ വരുന്നൊരു വേർഡാണ് അല്ലേ? കീപ് റിപ്പീറ്റിംഗ് ഇൻ യുവർ മൈൻഡ്. അത് എനിക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ഈ ഒരു കയ്യിലൂടെ എൻ്റെ മൈൻഡിലേക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ഇവിടുത്തെ ഗസ്റ്റ് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി എന്ത് പറയും? സംതിങ് ഡിഫറെന്റ്. താങ്ക് യു. ഓക്കെ, നമുക്കത് പറയാനായില്ല. ഇമാജിൻ ആ വൈറ്റ് ബോർഡ് കാണുന്നുണ്ടല്ലോ, ആ ഒരു വൈറ്റ് ബോർഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ടുഗദർ 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 ടുഗദർ. ആണോ? ശരിയാണോ? എന്താ മനസ്സിൽ വിചാരിച്ചത്? താങ്ക് യു സോ മച്ച്. അല്ല, ഒരു കാര്യം പറയാന്ന് പറഞ്ഞു, എനിക്കിങ്ങനെ എന്നെ പറ്റി ഇങ്ങനെ പുകഴ്ത്തി പറഞ്ഞ് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കണം, ഒരു രസമല്ലേ? അപ്പൊ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഓ, താങ്ക് യു. Let me have your seat.
ആ ഒരു ബോൾ എവിടെ?